എന്റെ ഒരു സാധാരണ ഞങ്ങളെ തറവാട് വീടായിരുന്നു ഇവിടെ. അതില് എന്റെ അമ്മ, എന്റെ ഏട്ടൻ, എന്റെ ചേച്ചിന്റെ 2 മക്കളും 5 പേര് അടക്കുന്ന കുടുംബം അത് മൊത്തം പോയി. ഞങ്ങൾ തറവാട് വീട്, ഞങ്ങൾ എല്ലാവരും കൂടെ വരലും പോക്കും ഇവിടെ നിൽക്കലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഓരോ കാര്യത്തിന്, എന്റെ മോളെ പഠിപ്പിന്റെ കാര്യത്തിന് ഓരോ ആവശ്യത്തിന് പോയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ബാക്കി എന്റെ ഏട്ടന്റെ ഇപ്പൊ വന്നപ്പോ എന്റെ ഏട്ടന്റെ പാസ്പോർട്ട്, കുട്ടികളുടെ പാസ്പോർട്ട്, ബാക്കിയുള്ള സാമഗ്രികളൊക്കെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നനിയാണ്ട് നിൽക്കട്ടെ പറഞ്ഞിട്ട്. ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ഉറ്റവരെല്ലാരും പോയിട്ടുണ്ടായി. എന്റെ ഇപ്പുറത്തുള്ളതാണ് എന്റെ ചെറിയമ്മേന്റെ മോന്, ഒരു മോള്, എല്ലാരും കൂട്ടി. അതിന് രണ്ടാൾക്കാർ അവരുടെ കുടുംബത്തിൽ 10-12 ആൾ പോയിട്ടുണ്ട്. അതിൽ 2-3 കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാരും അവിടെയാണ്. നമുക്ക് തലയക്കാൻ ഒരു വീട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഞങ്ങൾ ഓടി വന്ന് ഇവിടെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ചേട്ടാ എടുക്കാൻ പോയിരുന്നത്? ഞങ്ങൾ കൽപ്പറ്റ ചെറിയൊരു വാടക വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കലായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യമില്ല. സ്ഥലമുണ്ട് അപ്പുറത്ത് കുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്ത് സ്ഥലം ഉണ്ടായി. അതെല്ലാം പോയി. ഞങ്ങൾക്ക് ഇനി ഒന്നും, ഞങ്ങള് വഴിയിലാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ചേട്ടന്റെ എന്റെ സുദേവൻ, എന്റെ ഒരു സഹദേവൻ. ഏറ്റവും പെട്ടെന്ന് എന്റെ മറ്റുള്ളവരെ ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്താ, എവിടെയാണ് അവർ പോയിണ്ടാവുക? അവരവിടെ തന്നെ കിട്ടിയിട്ടുള്ളത്. എന്റെ അമ്മക്ക് നടക്കാൻ പറ്റില്ല, കാല് നടക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ അമ്മ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി. അന്ന് ഞാൻ ഇതിലെ 4 കിലോമീറ്റർ നടന്ന് ഞാൻ എങ്ങനെയോ ഇവിടെ എത്തി. എന്നിട്ട് പുറം ലോകത്തെ അറിയിച്ച് എന്നിട്ടാണ് ഇവിടെ വന്ന് അത് പിന്നെ ആമറും കാര്യം കൊണ്ട് ചുറ്റിക്കൊണ്ട് കുത്തിപ്പൊളിച്ച് പിന്നെയാണ് ആൾക്കാർ വന്ന് പിന്നെയാണ് അത് പൊന്തിച്ചു നോക്കുമ്പോൾ എന്റെ അമ്മ അങ്ങനെ കിടക്കുന്നുണ്ടായി. ആ പുതപ്പിൽ തന്നെ കിടക്കണ്ടായി. ബാക്കി 4 പേരും പുറത്ത് പോയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ശബ്ദം കേട്ടപ്പോ അങ്ങനെ ഓടിപ്പോണ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത സെക്കിന പറഞ്ഞ താത്ത അതിന് മേലെ ഓടി രക്ഷപ്പെടുമ്പോ എന്റെ ചേച്ചി അവിടെ വീണ് കിടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും പറഞ്ഞ് കേട്ടത്. അപ്പൊ എല്ലാരും പുറത്തു വന്നിട്ടുണ്ട്. എല്ലാരും അവിടെ തന്നെ ഉണ്ട്. ഇന്നലെയാണ് ഏട്ടന്റെ ഒരു ചെറിയ മോനെ കിട്ടിയത്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് എടുത്ത് ഞങ്ങൾ കയ്യിൽ തരണമെന്നാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. ചേട്ടന്റെ മോന്റെ ജ്യേഷ്ഠന്റെ മോന്റെ പേരെന്തായിരുന്നു? ജ്യേഷ്ഠന്റെ മോന് വിഷ്ണു, ഒന്ന് ജിഷ്ണു. അതാണ് ലോകം. 2 പേരെ കിട്ടി, 3 പേരെ കാട്ടി. എന്റെ ചെറിയമ്മന്റെ കൂടെ അവരെ ഡോക്യുമെന്റും അവരെ അത് ഇവിടുന്ന് കിട്ടിയതാണ്. ഈ ചാലൊന്നും നീക്കി തരണം. ഈ ചാലിലുണ്ടാവും. ഇന്നലെ എവിടെയാണ് കിട്ടിയത്? ചെറിയ ബാക്കി 3 ആള് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. കുറച്ച് ചാടി തന്നെ പറഞ്ഞത്. ഇവിടെ ഒരു ചാലത്ത് റോഡല്ലേ, ഇവിടെ കുഴിയാ, വലിയ കുഴിയാണ്. ആ മഴ മണ്ണടിക്കുക ശീതം കൊണ്ടു പോകണ കാലാണ്. എന്റെ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ ഇതിനുള്ളിൽ തന്നെ പോയിട്ട് അമ്മനെ കിട്ടി കൂട്ടിപ്പിടിച്ചിട്ട് ബാക്കി അവര് എല്ലാരും ഇവിടെ തന്നെ വീണെന്ന് അതാ ഈ വീട്ടുകാർ പറഞ്ഞതാ. ഓടുമ്പോ അവിടെ അവര് രക്ഷപ്പെട്ടതാ. തീര പറഞ്ഞ താത്ത ഇതിങ്ങനെ ഓടുമ്പോ എന്റെ ചേച്ചി ഇവിടെ വീണ് കിടക്കും. എല്ലാരും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അതിനുള്ളിൽ ഈ ചാനല് പരിസരം തെരഞ്ഞെടുക്കും. അവരുടെ ഡോക്യുമെന്റും കാര്യങ്ങളും അവിടെ നിന്ന്. ഇത് ലയങ്ങളാണ് ആ വീടുകളാ. ഇതൊരു വീട്, ഇതെവിടെ വീട്, ഒക്കെ വീടാണ്. ഇതൊക്കെ ആളാണ്. ഇതിലാളെ കിട്ടിയില്ല. നിങ്ങളെ വീട് അവിടെ വീടില്ല. ഇതിനൊക്കെ ആളുണ്ടായിട്ടില്ല. എന്റെ വീട് എന്റെ വീടിന്റെ മേൽക്കൂടിയാണ് വന്നപ്പോഴാണ് ഒരു പാർട്ടി നേതാവായതുകൊണ്ട് ഫുള്ള് ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പാസ്പോർട്ട് കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഇതാണ്ടോ അവന്റെ പാർട്ടിന്റെ സഖാവം കൂടിയാണ് ഇവിടെ കാര്യം. അതുകൊണ്ട് എല്ലാ രേഖകളും കാര്യങ്ങളും ഉണ്ട്. ഇത് ഞങ്ങളൊരു കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇവരൊക്കെ പോയി. ഇത് പാർത്തൻ, ഇത് നന്ദേച്ചി, അവരൊക്കെ പോയി. അവരെ മക്കളാണ്. അവരെ മക്കളൊന്നും ഇവിടെ അല്ല. അവരെ 2 ബോഡിയും കിട്ടിയത് ഒരാളത് ചാലിയായിരുന്നു, ഒന്ന് ഇവിടെ നിന്ന് കിട്ടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുത്ത് അവര് ഏറ്റുവാങ്ങി. SSLC ബുക്കാണ്. അവന്റെ പാസ്പോർട്ട് ഇതാ, ID കാർഡ്, അവന്റെ പാസ്പോർട്ട് ഇതാ.